സ്നേഹത്തോടെ ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കുട്ടികൾക്കെല്ലാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ മകളുടെ കുട്ടിക്കും ഒക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിലൊക്കെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ അറിയാലോ, ഇനിയിപ്പോൾ ഞാൻ കൂടുതലും ഞങ്ങൾ എണ്ണപ്പലഹാരങ്ങളൊന്നും റമദാനായിട്ടൊന്നും തയ്യാറാക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ജ്യൂസ് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. നിന്ന് വയർക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നല്ല ഹെൽത്തി ഉണ്ടാകുന്ന നല്ലൊരു ജ്യൂസാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലോട്ട് അങ്ങോട്ട് പോയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് കാണുന്ന ബെല്ലൈക്കനോളൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണം കേട്ടോ. പിന്നെ പല ആളുകളും ലൈക്ക് ചെയ്യൂല, മനസ്സിലായി? അത് മറന്നു പോയിട്ടാണോ? കമൻറ്റ് ഇടാറുണ്ട്, ലൈക്ക് ഇടാറില്ല. അപ്പോൾ അതൊന്ന് ലൈക്കും കമൻറ്റും കൂടി ഒന്നും ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ നേരെ അങ്ങോട്ട് നമ്മുടെ പാചകത്തിലോട്ടാണ് കടന്നാലോ, വരും. അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇതേ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്, ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഞാനൊരു ക്യാരറ്റ് എടുത്തതാണ്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതാണ്, നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്, ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ബദാം, തോല് കളഞ്ഞെടുത്ത ബദാമാണ്. ഈ ബദാമും ഇതുപോലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഞാൻ വരുന്നില്ല എന്നുള്ള പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഇതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര, മധുരമൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ്. ഇനി ഇതിൽ മധുരം ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് കുറച്ച് മധുരം മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ മധുരം ഇടണുള്ളൂ. കാരണം മധുരം എനിക്ക് ഇത്തിരി പ്രശ്നമാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇതെല്ലാം കൂടി നല്ല പോലെ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പം ഇത് നമ്മൾക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ലപോലെ അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അത് അപ്പോൾ ഞാനിത് ഫുള്ളും, അപ്പോൾ ഇതിലുണ്ടായ വെള്ളമൊക്കെ, ജഗ്ഗിലത്തെ വെള്ളമൊക്കെ ഞാൻ മാറ്റിയ ശേഷമാണ് കേട്ടോ ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഈ ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഇത്തിരി നിങ്ങൾ ഇതിലോട്ട് മാറ്റിട്ടെ കേട്ടോ. കാരണം ഇതിൽ ഞാൻ ഐസ് ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു 2 പീസ് ഐസ് ഇട്ട് കൊടുക്കും. ഇത് ഐസ് ആദ്യം ഇട്ട് കൊടുത്താലും മതിയായിരുന്നു. ഞാൻ ഐസ് ലാസ്റ്റ് ഇട്ടെന്നുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ച് ബദാം ഇതുപോലെ നുറുക്കിയതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ തണുപ്പൂടെ ഒത്തിരി ഇഷ്ടമല്ല, എല്ലാവർക്കും ഇടങ്ങേറാന്ന് പറയും, ചുമ. ഇതിലോട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരറ്റ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഇടുന്നുണ്ടല്ലോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇന്നത്തെ നല്ലൊരു ജ്യൂസ്. തീർച്ചയായിട്ടും ഈ റംസാനിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓരോ ദിവസവും ഓരോ തരം ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക, എല്ലാ ദിവസവും ഒരുപോലെ ഒന്നല്ല. അപ്പോൾ ഇന്നത്തെ ജ്യൂസ് ആമിനാസ് അടുക്കളയുടെ വക. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറയും. നിങ്ങളുടെ സ്വന്തം ആമിന താത്ത. ഓക്കെ ബൈ, താങ്ക് യു.